Hi guys, welcome back to our channel Thread Stories. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രോയിഡറി ചെയ്തു തുടങ്ങുന്ന ഒരു ബിഗിനറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആണേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് ഫാബ്രിക്കാണ്. പോപ്ലിൻ ഫാബ്രിക് എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടൺ ആയാലും മതി. നമുക്ക് കോട്ടണും യൂസ് ചെയ്യാം. നമുക്കതിൻ്റെ പല പല വെറൈറ്റി കളേഴ്സിൽ കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എംബ്രോയിഡറി ഫ്രെയിം ആണ്. ഇതാണ് എംബ്രോയിഡറി ഫ്രെയിം. ഇത് നമുക്ക് പല പല ഡയമീറ്ററിലാണ് കിട്ടുന്നതാണ്. ഇത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഇതേപോലെ ഒരു സ്ക്രൂ ഉണ്ടാവും. നമുക്കിത് ലൂസാക്കും ടൈറ്റാക്കും ഒക്കെ ചെയ്യാം ഇത് യൂസ് ചെയ്തിട്ട്. ഇങ്ങനെ രണ്ട് പാർട്സ് ആയിരിക്കും. ഒരു റിങ്, ഒരു ഫുൾ റിങ്ങും ഒരു ഇങ്ങനത്തെ ഒരു റിങ്ങും ആയിരിക്കും ഫ്രെയിമിലുണ്ടാവുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ സെറ്റ് ഓഫ് നീഡിൽസ് ആണ്. ഇങ്ങനത്തെ ഒരു സെറ്റ് വാങ്ങിച്ചാൽ മതി. ഇതിൽ പല പല സൈസിലുള്ള നീഡിൽസ് ഉണ്ടാവും. അതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് എംബ്രോയിഡറിക്ക്. പിന്നെ വേണ്ടത് എംബ്രോയിഡറി ത്രെഡ്സ് ആണ്. ഇതെല്ലാം എംബ്രോയിഡറി ത്രെഡ്സ് ആണ്. ഇതേപോലെയാണ് എംബ്രോയിഡറി ത്രെഡ് ഇരിക്കുന്നത്. ഞാനിപ്പോൾ കാണിക്കുന്നത് ആങ്കറിൻ്റെ ത്രെഡാണ്. പല ബ്രാൻഡ് നെയിമിൽ നമുക്ക് എംബ്രോയിഡറി ത്രെഡ് അവൈലബിൾ ആണ്. റെങ്കോലി, ഡോളി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആങ്കറിൻ്റെ ത്രെഡാണ് കുറച്ചും കൂടി ബെറ്റർ, കുറച്ചും കൂടി ഷൈനിങ് കൂടുതലൊക്കെ ഉള്ളത്. ഇത് റെങ്കോലിയുടെ ത്രെഡാണ്. ഈ ത്രെഡിലും അതേപോലെ തന്നെ ആങ്കറിലെ ത്രെഡിൽ വരുന്ന പോലെ തന്നെ കോഡ് നമ്പറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. സെയിം തന്നെയാണ്. റേറ്റ് വൈസ് നോക്കുമ്പോൾ ആങ്കറിൻ്റെ ത്രെഡിന് കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും. നിങ്ങളൊരു ബിഗിനറൊക്കെ ആണെങ്കിൽ ചെയ്ത് പഠിക്കാൻ കുറച്ചും കൂടി നല്ലത് റെങ്കോലിയുടെ അല്ലെങ്കിൽ ഡോളിയുടെ ത്രെഡ് യൂസ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, ഇതിൽ തന്നെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാകും. ആങ്കറിൻ്റെ ത്രെഡിന് കുറച്ചും കൂടി ഒരു ഷൈനിങ് ഒക്കെ ഉള്ളത് ആങ്കറിൻ്റെ ത്രെഡിനാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാണുന്ന മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പോവുകയാണ്. അപ്പോൾ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് എംബ്രോയിഡറി ത്രെഡ് തന്നെ ഡബിൾ ഷെയ്ഡിൽ വരുന്നുണ്ട്. കണ്ടോ, ഇതിലൊരു ലാവൻഡർ പോലത്തെ ഒരു ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും കൂടി ആയിട്ടുള്ളൊരു മിക്സാണ് വന്നേക്കുന്നത്. എല്ലാ ത്രെഡിലും ഉള്ള പോലെ തന്നെ കോഡ് നമ്പറൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് വീണ്ടും അതേ സെയിം ഷെയ്ഡ് തന്നെ ഷോപ്പിൽ നിന്ന് ഓൺലൈനൊക്കെ ആയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇതിങ്ങനെ ബോക്സ് ആയിട്ടും കിട്ടുന്നതാണ്, സിംഗിളായിട്ടും കിട്ടുന്നതാണ് കേട്ടോ ഷോപ്പിൽ നിന്ന്. അടുത്തത് ത്രിബിൾ ഷെയ്ഡ് വരുന്നതുണ്ട്. കണ്ടോ, ഇതിൽ കാണിക്കുന്ന പോലെ 3 ഷെയ്ഡ് ഉണ്ടാകും ആ ത്രെഡിൽ തന്നെ, സെയിം ത്രെഡിൽ തന്നെ. ഇതിൽ കോഡ് നമ്പറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എംബ്രോയിഡറിക്ക് യൂസ് ചെയ്യുന്ന പേൾ കോട്ടൺ ത്രെഡാണ്. ഇതാണ് പേൾ കോട്ടൺ ത്രെഡ്. ഇതിലിങ്ങനെ ഒറ്റ സ്ട്രാൻഡായിട്ടായിരിക്കും കേട്ടോ. എംബ്രോയിഡറി ത്രെഡിൽ 6 സ്ട്രാൻഡ്സ് ആയിരിക്കും, പക്ഷേ പേൾ കോട്ടൺ ത്രെഡിൽ ഒറ്റ സ്ട്രാൻഡായിരിക്കും. ഇതിന് റേറ്റ് വരുന്നത് 35 റുപ്പീസാട്ടോ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ത്രെഡാണ് സിൽക്ക് ത്രെഡ്. ഇതാണ് സിൽക്ക് ത്രെഡ്. ഒട്ടും കട്ടിയുണ്ടാവില്ല, ഭയങ്കര തിന്നായിട്ടുള്ളൊരു ത്രെഡായിരിക്കും. വലിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ടൈപ്പ് ഓഫ് ത്രെഡായിരിക്കും. ഇത് നമ്മൾ 4 സ്ട്രാൻഡ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും എംബ്രോയിഡറി ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ചെറുതായിട്ടൊന്ന് വരയ്ക്കുമ്പോൾ തന്നെ പൊട്ടിപ്പോകും. നല്ല ഷൈനിങ് ഉള്ളൊരു ത്രെഡാണ്. നമ്മൾ ഇത് വെച്ച് എംബ്രോയിഡറി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് ത്രെഡർ എന്ന് പറയുന്നൊരു ടൂളാണ്. നമ്മൾ നീഡിലേക്ക് ത്രെഡ് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ടൂൾ വെച്ച് നമുക്ക് കയറ്റാം ഈസി ആയിട്ട്. പിന്നെയുള്ളത് സിസേഴ്സാണ് വേണ്ടത് നമുക്ക്. സിസേഴ്സിന് പകരമായിട്ട് നമുക്ക് ത്രെഡ് ട്രിമ്മറും യൂസ് ചെയ്യാം. ഞാൻ എൻ്റെ പിക്ചർ കൊടുത്തേക്കാം. ഇതാണ് ത്രെഡ് ട്രിമ്മർ. ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എംബ്രോയിഡറി പഠിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൽ പേൾ കോട്ടൺ ത്രെഡും സിൽക്ക് ത്രെഡും ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഡബിൾ ഷെയ്ഡ് ത്രെഡൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ച് ഓൾമോസ്റ്റ് ഒരുമാതിരിയൊക്കെ ആയി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ചെയ്ത് പഠിക്കുമ്പോൾ എപ്പോഴും സാധാരണ ത്രെഡിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സാധാരണ ത്രെഡെന്ന് ഉദ്ദേശിച്ചത് എംബ്രോയിഡറി ത്രെഡാട്ടോ. ഓൺലൈനിലൊക്കെ നമുക്ക് ഈ എല്ലാ സാധനങ്ങളും കൂടി ഒറ്റ പാക്കേജായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ റിഗാർഡിംഗ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും ചോദിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.